ഉന്നതകുല ജാതൻ്റെ അടുത്തൊരു ദൃശ്യം എത്തിയിട്ടുണ്ട്. ഹാവ് ആ ശ്രീകരം അങ്ങോട്ട് മാറിയിരിക്കുക. ഇതേ നോക്കിയേ, ഫോട്ടോഷൂട്ടിനിടയിൽ സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ, കാഴ്ചയിൽ തന്നെ അറിയാം ഒരു പാവപ്പെട്ട ദരിദ്രനായിട്ടുള്ള പ്രിവിലേജുകളില്ലാത്ത ഒരു മനുഷ്യൻ അടുത്തൊരു ഫോട്ടോയ്ക്ക് വേണ്ടി ചേർന്ന് നിൽക്കുകയാണ്. കൂടെ നിൽക്കുന്ന ഉന്നത കുലജാതന്മാരോടൊപ്പം നിർത്താൻ പറ്റിയ ആളല്ല. ചോദ്യം ചോദിച്ച ശേഷം അങ്ങ് ദൂരോട്ട് മാറി നിൽക്ക്, ഒരു 100 അടി ദൂരെ. കാര്യം 100 വെള്ളത്തിൽ അല്ലെങ്കിൽ എനിക്ക് കുളിക്കേണ്ടി വരും. പിന്നോക്ക വകുപ്പ് എനിക്ക് തരൂ. എന്തിനാണ്? പിന്നോക്കക്കാരെ അടുത്ത് നിൽക്കാനേ സമ്മതിക്കുന്നില്ല. ആ വകുപ്പിങ് തന്നിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? ഞാൻ അന്വേഷിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ അറിയാൻ കഴിഞ്ഞത് ഫണ്ട് വന്ന് കുമിഞ്ഞു കൂടുന്നത് അവിടെയാണ്. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യവന്മാരെ എല്ലാത്തിനെയും കുപ്പിയിലാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഫണ്ട് ഇറക്കി കളിച്ചതാണ്. അതെനിക്ക് തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ ആ പിന്നോക്ക വകുപ്പുണ്ടല്ലോ, ആ പിന്നോക്ക വകുപ്പിലാണ് ഫണ്ട് വന്ന് കുമിഞ്ഞു കൂടുന്നത്. വളരെ വേഗത്തിൽ എനിക്ക് തിരിച്ചു പിടിക്കാം. അതായിരുന്നു ഉള്ളിലിരുപ്പ്. അല്ലാതെ മനുഷ്യരോട്, ഏത് മനുഷ്യരോട്? പിന്നോക്കക്കാരോടും ദളിതരോടും അധസ്ഥിതരോടും നിറം കുറഞ്ഞു പോയവരോടുമുള്ള മനോഭാവമാണ് ഈ കാണുന്നത്. എത്ര കണ്ടാലും എത്ര കേട്ടാലും പഠിക്കാത്ത കുറേ അടിമ മനുഷ്യർ, വിശ്വാസമെന്നും സ്ക്രീനിൽ കുറേ കോപ്രായങ്ങൾ കാണിച്ച് താരപദവി സൃഷ്ടിച്ച് വെച്ചിട്ട് അതാണ് യഥാർത്ഥ ജീവിതമെന്ന് വിശ്വസിക്കുന്ന, ഇപ്പോഴും തലയ്ക്കകത്ത് ആളുതാമസം വരാത്ത മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. അവരാണ് പിന്നെയും പിന്നെയും ഇതുപോലെ ആരാധന കൊണ്ട് വലിഞ്ഞു കയറി ചെല്ലുന്നത്. ഇന്നലകളിൽ സവർണ സംഘബുദ്ധികൾ ഇതുപോലുള്ള പടുമരങ്ങളെ പല വേഷങ്ങൾ കെട്ടി അഭ്രപാളിയിലൂടെ നമ്മളുടെ മുന്നിൽ വലിയ സംഭവമാക്കിയിട്ടുണ്ട്. ഉന്നത കുലജാതന്മാരെന്തോ വലിയ താര പദവികൾ ഉള്ളവരാണ്, ആരാധനയോടുകൂടി കാണേണ്ടവരാണ്. അത് ഈ പിന്നോക്കക്കാരായിട്ടുള്ള മനുഷ്യരുടെ ഉള്ളിൽ കുടിയേറിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അയിത്ത മനസ്സുകളുടെ അടുത്തേക്ക് വീണ്ടും വീണ്ടും വലിഞ്ഞു കയറി ചെല്ലുന്നത്. നാണം കെട്ട് ആക്ഷേപിച്ചിറക്കി വിടുകയാണ് ഇത്രയും ക്യാമറകളുടെ മുന്നിൽ നിന്ന്. ഇവനെയൊക്കെ കൊണ്ട് കാണേണ്ട കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. എൻ്റെ ആവശ്യം ഇന്നലകളിൽ ഇതുപോലുള്ളവരെയൊക്കെ ചേർത്ത് നിർത്തി ഫോട്ടോ എടുത്ത് 4 വോട്ട് വേണമായിരുന്നു. എനിക്ക് കുറച്ചു കാലം സ്റ്റേറ്റ് കാറിൽ കറങ്ങാൻ ആഗ്രഹമുണ്ടായിരുന്നു. ആ കാര്യം ഞാൻ നടത്തിയെടുത്തു. ഇനി എനിക്ക് സൗകര്യമുള്ള പോലെ എൻ്റെ തോന്നിവാസം പോലെ പെരുമാറും. ആര് ചോദിക്കാൻ? ഇപ്പോഴും ഉന്നത കുലജാതൻ്റെ പിന്നാലെ നടക്കുന്നവർ തിരിച്ചറിഞ്ഞോളൂ. വെറും പുല്ലുവിലയാണ് നിങ്ങളെ കൽപ്പിച്ചിരിക്കുന്നത്. മനുഷ്യനായിട്ട് പോലും കണ്ടിട്ടില്ല നീച ജന്മങ്ങൾ. അടുത്തു നിന്ന് ഫോട്ടോ എടുക്കാൻ പോലും യോഗ്യതയില്ലാത്തവരും, പുറത്തു തൊട്ടാൽ അശ്ലീലമാണെന്നും അയിത്തമാണെന്നും അശ്രീകരമാണെന്നും ചിന്തിക്കുന്ന ഇതുപോലുള്ള പടുവാഴകളുടെ പിന്നാലെ പോകാൻ നാണമില്ലേ മനുഷ്യരെ എന്നേ നിങ്ങളോട് ചോദിക്കാനുള്ളൂ.